അർജന്റീനയിലെ പ്ലേറ്റൻസിൽ നിന്നും കൊമ്പന്മാർക്ക് വേണ്ടി വാടകയ്ക്ക് കളിക്കാൻ വന്നവനായിട്ട് പോലും കരൾ പറിച്ച് കളിച്ചവനായിരുന്നു ജോജോ പെരേഡസ്. പക്ഷെ അവനെ ഉപയോഗിച്ച ശേഷം ഒരു കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിഞ്ഞു. എന്നിട്ടും മനുഷ്യൻ തീരാഞ്ഞ് അവൻ ഇന്ത്യയിൽ മറ്റൊരു ഗേഹം കണ്ടെത്തിയപ്പോൾ വെട്ടുകിള്ളിക്കൂട്ടങ്ങളെ വെച്ച് അവനെ ആക്രമിക്കുകയും ചെയ്തപ്പോൾ ഓർത്തില്ല തങ്ങളെ നിരന്തരം തകർക്കാൻ കരുത്തുള്ള ഒരു അഗ്നിപർവ്വതത്തിനെയാണ് തങ്ങൾ വിരോധത്തിലൂടെ വെറുപ്പിലൂടെ വളർത്തുന്നതെന്ന്. അതെ, ബ്ലാസ്റ്റേഴ്സിന്റെ വെട്ടുകിളിക്കൂട്ടത്തിന്റെ വെറുപ്പിൽ നിന്നും സംഹാര രൂപം കൊണ്ട് ജോജോ പെരേഡസ് എന്ന അർജന്റീനൻ പടയാളിക്ക് കൊമ്പന്മാരെ മുന്നിൽ കിട്ടുമ്പോഴെല്ലാം കശാപ്പ് ചെയ്ത് വിടുന്നത് വല്ലാത്തൊരു ഹരമാണ്. ആൾ മുംബൈ സിറ്റിയിലേക്ക് വന്നപ്പോഴും ഗോൾ അടിക്കാൻ മടിച്ചിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നില്ല, എന്തൊക്കെയോ ഒരു ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷേ തന്നെ ഉപയോഗിച്ച ശേഷം കരിമ്പിൻ ചണ്ടി പോലെ ചവിട്ടി മെതിച്ച് വലിച്ചേക്കെറിഞ്ഞ് പിന്നീട് ആക്ഷേപശരം കൊണ്ട് കുത്തി നോവിച്ച എതിരാളികളെ കിട്ടിയപ്പോൾ അറുത്തു വിടാനായിരുന്നു ജോജോ പെരേഡസിന് പ്രിയം. പിന്നീട് നിർത്തിയില്ല. ബ്ലാസ്റ്റേഴ്സിനെ കയ്യിൽ കിട്ടുമ്പോഴെല്ലാം കൊത്തി നുറുക്കാൻ ഡയസിന് വല്ലാത്തൊരു ഹരമായിരുന്നു. നാളെ കണ്ടീരവയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോഴും അത്തരത്തിലൊരു ഭയം ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. കാരണം ഡയസിന്റെ ഭാഗത്ത് സത്യവും ധർമ്മവും നീതിയുമുണ്ട്. അവന്റെ ഉള്ളിൽ എരിയുന്ന പ്രതികാരത്തിന്റെ കനലിന് വല്ലാത്തൊരു തീക്ഷ്ണതയുമുണ്ട്. ഡയസിന്റെ അവസാനത്തെ 2 ഗോളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ്. ഡ്യൂറന്റ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടിയ ഗോൾ. അതുകൂടാതെ കൊച്ചിയിൽ വെച്ചിട്ട് 10,000 40,000-ഓളം വരുന്ന, അത് തള്ളിയതാണ്, 30,000-ലധികം വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ മുഴുവൻ നിശബ്ദരാക്കി ആ ഗോൾ അടിച്ച് സെലിബ്രേഷൻ നടത്തിയ ജോജോ പെരേഡസ് വീണ്ടും കണ്ടീരവ എന്ന ബംഗളൂരുവിന്റെ മഹിഷ്മതിയിലേക്ക് വിളിക്കുകയാണ് കൊമ്പന്മാരെ. സോ അവിടെ പേടിക്കേണ്ടത് ഡയസിനെ തന്നെയാണ്. ബംഗളൂരു വളരെ മികച്ച ടീം തന്നെയാണ്. എൻകൗണ്ടേഴ്സിന്റെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ 16 തവണ ബ്ലാസ്റ്റേഴ്സും ബംഗളൂരും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിനകത്ത് 10 തവണയും ബംഗളൂരിന് വിജയിക്കാൻ കഴിഞ്ഞു, 4 ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ കഴിഞ്ഞു, 2 സമനിലയിൽ കലാശിച്ചു. ഇനി കണ്ടീരവയിൽ നടന്ന 6 മത്സരത്തിൽ 5-ലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു, ബംഗളൂരു വിജയിച്ചു, മറ്റൊന്ന് സമനിലയായിപ്പോയി. ഇതുതവണ ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും കണ്ടീരവയിൽ കയറി മേഞ്ഞിട്ട് പോകാൻ കഴിയുന്നതേ ഇല്ല. ഡയസ് എന്ന നിതാന്ത ശത്രു ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അന്തകനാവാൻ കണ്ടീരവയിൽ നെഞ്ചു വിരിച്ച് നിൽക്കുമ്പോൾ കഴുകന്മാർ ആനറാഞ്ചി പക്ഷികളെ പോലെ കൊമ്പന്മാരുടെ തല കുത്തി പറിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മാച്ച് പ്രിവ്യൂ ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. ഇതൊരു ഓളത്തിന് വന്നപ്പോൾ അങ്ങ് ചെയ്തത്.